ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. പർദ ചിക്കൻ വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി അടുത്തതായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇനി അടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം ചില്ലി ഫ്ലേക്സ് ഇട്ടാലാണ് ഒരു പ്രത്യേക ടേസ്റ്റും കുറച്ച് സ്പൈസിയാണ് ചിക്കന്. ഇനി അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ ഫുൾ നീര് വേണം. ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പുളിയുടെ വെള്ളമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പുളിയുടെ വെള്ളം നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വന്നാൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ പുളിയുടെ വെള്ളമാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഒരുപാട് ഒത്തിരി വെള്ളം ആവരുത്, കാര്യം ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കനിൽ നന്നായിട്ട് പിടിക്കത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയാൽ മാത്രമേ ചിക്കനിനകത്ത് ഇത് അരപ്പ് പുരട്ടുമ്പോൾ നന്നായിട്ട് അരപ്പിനകത്ത് പിടിക്കത്തുള്ളൂ. ഇനി നമുക്കിത് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ചിക്കനിൽ ഇത് പുരട്ടുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല. എന്നിട്ട് ഇനി അരപ്പൊന്ന് നമുക്ക് ചെറുതായിട്ട് ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് 2 സൈഡും വരഞ്ഞ് വേണം എടുക്കാൻ. എന്നിട്ടാണ് ഈ അരപ്പ് ഇതിനകത്ത് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നാലേ ഉള്ളിലോട്ടൊക്കെ ഈ അരപ്പ് പിടിക്കത്തുള്ളൂ. ആദ്യം ഇതാ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ എല്ലായിടത്തും ഈ അരപ്പ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എന്നിട്ട് തിരിച്ചു വിട്ടിട്ട് ബാക്കിയുള്ള അരപ്പ് കൂടെ പുരട്ടി കൊടുക്കാം. എല്ലാ സൈഡിലും അരപ്പെത്തക്ക രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂർ, ഇപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറാണ് ഇപ്പോൾ റെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ അരപ്പൊക്കെ ഈ ചിക്കനകത്തൊന്ന് പിടിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കരുത്, വേറെ ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയൊന്ന് ചൂടാകുമ്പം ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നന്നായിട്ട് വെന്തും എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞും ഒക്കെ നന്നായിട്ട് കിട്ടും. ഇത് കരിഞ്ഞു പോകത്തില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് ഇതിനകത്ത് വെക്കാനുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കുക. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഇങ്ങനെ നാരങ്ങയൊന്ന് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കണം. ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഈ ചിക്കൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഓരോ ചിക്കൻ്റെ ഇതനുസരിച്ചിരിക്കും. നല്ലൊരു 10 മിനിറ്റൊക്കെ ആവും കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് വരാനുള്ള ആദ്യത്തെ സമയം. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ്, എല്ലാം കൂടി ഒരു 20-30 മിനിറ്റ് അത്രയും സമയം വരും. ഇനി വീണ്ടും ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ഓപ്പൺ ചെയ്യുവാണ്.
നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് വാർന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഈ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി ഉള്ള നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നി, ആ നാരങ്ങയുടെ സ്ലൈസൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ചട്നിയും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കണം. ഇതൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ആ കൂട്ടെല്ലാം തയ്യാറാക്കി ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഒരു റൊട്ടി എടുക്കുക. നമ്മൾ ഈ ചിക്കനിൽ ഇപ്പോൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഈ റൊട്ടിയിലൊന്ന് റാപ്പ് ചെയ്തിട്ടൊന്ന് വീണ്ടും ഒന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് വലുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു ഗ്രീൻ ചട്നി കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ വേറൊരു റൊട്ടി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് സൈഡും ഉള്ളോട്ട് വെച്ചിട്ട് ഇനിയൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും കൂടെ രണ്ട് സൈഡും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ രീതിയിൽ. ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്കൊരു മുട്ട എടുക്കുക. മുട്ടയൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം മുട്ട. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് ഈ മുട്ടയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഷാലോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ആ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യണം. അതിനുശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രിൽ പാനൊന്നും വേണ്ട, സാധാരണ നോർമൽ ഒരു പാൻ എടുത്താൽ മതി. പാനൊന്ന് നല്ല ചൂടാകുമ്പോൾ വേണം ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരിഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മൊരിയുമ്പോൾ പുറത്തോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറായിക്കോളും. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട എല്ലാ സൈഡിലായി അപ്പുറം ഇപ്പുറമൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പർദ്ദ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പർദ്ദ മൊത്തത്തിൽ ഇങ്ങനെയെല്ലാം മൂടി ഇങ്ങനെ ഇരിക്കുന്നില്ല, അപ്പോൾ അതാണ് പർദ്ദയെന്ന് പറയുന്നത്. കാര്യം ഈ റൊട്ടിയുടെ ഉള്ളിലല്ലേ ചിക്കൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് റൊട്ടി എടുത്ത് ചിക്കൻ എടുത്ത് അതിൻ്റെ കൂടെ ചട്നിയൊക്കെ ചേർത്തിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് പ്രത്യേകം വേറെ റൊട്ടിയോ അങ്ങനെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉണ്ടല്ലോ റൊട്ടിയുണ്ട്. പിന്നെ അതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്